ഗൈസ്, അപ്പോൾ വൈഗ വരുണിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾസാണ് മലയാളത്തിലെ ആദ്യത്തെ പി ആർട്ടിസ്റ്റ് കപ്പിൾസ്. പി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ അവരുടേതായിട്ട് പുതിയൊരു OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അനീഷ് മോട്ടിപിക്സിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് മറ്റേ ബൂമെക്സ്, സിഗ്മ സീരീസ്, അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഇത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോംസിനെയും ക്യാമറാമാനാണ്. അതുപോലെ തന്നെ മറ്റ് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് ഇൻസ്റ്റ വഴിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാമറമാനാണ്. ഒരു സെലിബ്രിറ്റി ആണെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ അദ്ദേഹം സിനിമയിലും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ എല്ലാവരുടെയും കൂടെ ഒരു കോംബോ ചേർന്ന് പുതിയൊരു OTT പ്ലാറ്റ്ഫോം ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രൈം എക്സ്ട്രീം എന്നാണ് പുതിയ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് അഥവാ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ടൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. കമ്മിങ് സൂൺ, സേവ് ദ ഡേറ്റ് എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജസ്റ്റ് എന്താ പറയുക, ഒരു കല്യാണത്തിനൊക്കെ സേവ് ദ ഡേറ്റ് എടുക്കത്തില്ലേ, ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ലോഞ്ചിങ് ഡേറ്റ് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന വീഡിയോസ് വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പുതിയ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി കാത്തിരിക്കുന്നതിന് അറിയിക്കേണ്ട കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കപ്പിൾസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഒരു OTT പ്ലാറ്റ്ഫോമിന് തന്നെ ആവശ്യം ഇല്ല. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തോരം വീഡിയോസാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. അതായത് 100+ വീഡിയോസ് ഞാൻ തന്നെ എന്താ പറയുക പേഴ്സണലി ഇപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത് എന്താ പറയുക, എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സീരീസ് മോഡൽ രീതിക്കായിരിക്കും, അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റിനെയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരിക്കും ഈ OTT പ്ലാറ്റ്ഫോമിൻ്റെ ബാക്കി കണ്ടൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നമുക്ക് അതിന് ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന വീഡിയോസ് വഴി നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.